ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 100ാം വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ് ISRO. GSLV F-15 NVS-2 ആണ് വിക്ഷേപണത്തിനൊരുങ്ങുന്നത്. നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഉപഗ്രഹമാണ് NVS-2. തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള GSLV F-15 NVS-2 ഉപഗ്രഹത്തെ ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ് സ്ഥാപിക്കുന്നത്. 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം. NVS പരമ്പരയിലെ 2ാമത്തെ ഉപഗ്രഹമാണ് NVS-2. നാവിഗേഷനും റേഞ്ചിംഗിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാനനിർണ്ണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക്. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം, വേഗത എന്നിവ നൽകുന്നതിന് നാവിക് സഹായകമാണ്. ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഉപയോഗിക്കാം. ഇന്ത്യ മുഴുവനായും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയും നാവികിനുണ്ട്. രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും നാവിക് ലഭ്യമാണ്. NVS-2 ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. GSLV F-15 റോക്കറ്റിലൂടെയാണ് ഉപഗ്രഹം ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫോമർ ഓർബിറ്റർ സ്ഥാപിക്കുക. വ്യോമയാനം, സമുദ്രം, കര ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് നാവിക് പ്രയോജനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.